أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. വേദിയിൽ ഉപവിഷ്ടരായ സയ്യിദ് വംശത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സമുന്നതരായ സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, ഉമറാക്കളെ, നേതാക്കളെ, പ്രൗഢമായ നിബിഡമായ ഈ സംഗമത്തിൽ തുറന്ന സംവാദത്തിൽ സംബന്ധിച്ച സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി വലിയ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത് സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ച അധ്വാനിച്ചതിന്റെ പ്രവർത്തകന്മാർക്കും പിന്നണി ആളുകൾക്കും സഹായിച്ചവർക്കും അല്ലാഹു ഇരുലോകത്തും വലിയ പുണ്യവും പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിവിടെ ചെറിയ ഒരു വിഷയാവതരണമാണ് നടക്കുന്നത്. അത് അധികം വൈകില്ല, നീളൂല. പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നാടിന്റെ പല ഭാഗത്തും അഹ്ലുസുന്നയുടെ വിശ്വാസ ആചാരങ്ങളെ വിമർശിച്ചുകൊണ്ട്, ആരോപിച്ചുകൊണ്ട്, ശിർക്ക് വരെ ആരോപിച്ചുകൊണ്ട്, ദിശ തെറ്റിക്കൊണ്ട് പ്രയാണം നടത്തുന്ന ബിദ്അഈ കക്ഷികൾ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള വഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മുജാഹിദുകൾ, അവര് തൊടുത്തുവിട്ട ആരോപണങ്ങളുടെ നിജസ്ഥിതിയും അവരകപ്പെട്ട അബദ്ധങ്ങളുടെ ആഴവും ഇവിടെ ബോധ്യമാവുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾക്ക് അവസരം തരികയാണ്. ഇൻഷാ അല്ലാഹ് 8:30 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയി. 9 മണി കഴിഞ്ഞാൽ പിന്നെ മൈക്ക് പോയിന്റിൽ അവിടെ 2 കസേര നിങ്ങൾ സ്പെഷ്യലായിട്ട് അവിടെ കൊണ്ടു വെക്കണം. 2 കസേരയും മൈക്കും ഇല്ലേ, മൈക്കല്ല, ഇവിടെ എക്സ്ട്രാ മൈക്ക് ഉണ്ടല്ലോ അല്ലെ. ഇവിടെ വിഷയം നബിദിനാഘോഷം ഇസ്ലാമികം എന്നതാണ്. ശിർക്കാരോപണം അനിസ്ലാമികം എന്നതുമാണ്. ബഹുമാന്യനായ SKSFന്റെ ആദർശ വിഭാഗം ഇസ്തിഖാമയുടെ പ്രഗത്ഭനായ പ്രവർത്തകൻ, അതിന്റെ സംസ്ഥാന സാരഥി അമീർ ഹുസൈൻ ഹുദവി, അദ്ദേഹം ഇൻഷാ അല്ലാഹ് നമ്മുടെ തുറന്ന സംവാദത്തിന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇവിടെ മുന്നിൽ തന്നെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 9 മണിക്ക് ശേഷമുള്ള സമയം, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സംശയാലുക്കളായ ആളുകളുണ്ട്, എന്റെ മുജാഹിദിന്റെ സഹോദരങ്ങളുണ്ട്. ഞാൻ അവരെ ഖുറാഫിന്നോ കുബൂരിന്നോ അതല്ലെങ്കിൽ ജിന്നൂരിന്നോ മടവൂരിന്നോ ഇങ്ങനെയുള്ള പല പേരൊന്നും ഞാൻ വിളിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കുക എന്നതല്ല നമ്മൾ ശരി. അങ്ങനെ വിളിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ഒരു വേദിയും അല്ല ഇത്. ഇവിടെ സൗഹാർദ്ദപരമായ സ്നേഹസമൃദ്ധമായ ഒരു സദസ്സ്, സ്നേഹമാണ്, സ്നേഹത്തിലധിഷ്ഠിതമായ ചോദ്യങ്ങളും അതിന്റെ മറുപടിയുമാണ് ഇവിടെ നൽകുന്നത്. ആകെ ഞങ്ങൾക്ക് പറയാനുള്ള നിബന്ധന എന്താണ്? ചോദ്യം ചോദിക്കുന്ന ആള് മൈക്കല്ലേ കിട്ടിയത്,
സംസാരിക്കുന്ന വായ എന്റെ സ്വന്തം തന്നെയല്ലേ? കുറെ ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ മുന്നിൽ കിട്ടിയല്ലോ. അപ്പൊ ചോദ്യം ചോദിക്കാതെ മൈക്കും പിടിച്ചിട്ട് നാട്ടുകാരോട് വഴന്നു പറയാൻ പറ്റൂല. ചോദ്യമായിരിക്കണം ചോദിക്കേണ്ടത്. ആ ഒരു നിബന്ധന മാത്രമേ പറയാനുള്ളൂ. പിന്നെ അടുത്ത് പറയാനുള്ളത്, മറുപടി പറയുമ്പോ ചോദ്യം ഇവിടെ വളരെ സ്റ്റേജ് വളരെ സാഗൂതം ശ്രവിക്കും, ശ്രദ്ധിക്കും. മറുപടിയും അതേമാതിരി ശ്രദ്ധയോടെ ഒതുക്കത്തോടുകൂടി കേൾക്കാനുള്ളൊരു വിശാലതയും സന്മനസ്സും ചോദ്യകർത്താക്കൾ കാണിക്കണം. അല്ലാതെ മറുപടി പറയുന്ന സമയത്ത് പിന്നെ ഈ പാർലമെന്റിൽ പ്രതിപക്ഷം ബഹളം വെക്കുന്ന മാതിരി നരേന്ദ്രമോദിക്കുള്ള ആകെയുള്ള പരാതി എന്താണ്? ഇന്നെ മിണ്ടാനേക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മിണ്ടാനേക്കാത്ത കോലത്തില് ബഹളം വെക്കുന്ന പല പ്രവണതയും പല മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും കണ്ടുവരുന്നുണ്ട്. പല സ്ഥലത്തും ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. അപ്പൊ അത് പാടില്ല. പറയുന്നത് ഇങ്ങോട്ട് പറയുന്നതാവട്ടെ അങ്ങോട്ട് പറയുന്നതാവട്ടെ, നമ്മുടെ രണ്ട് ചെവിയും അല്ലാഹു തആല തന്നത് ശ്രദ്ധിക്കാനല്ലേ, കേൾക്കാനല്ലേ? അത് കേൾക്കാനും ശ്രദ്ധിക്കാനും എത്രയും ചോദിക്കാം എന്നുള്ളതാണ്. ഒരേ വിഷയം തന്നെ അതിന്റെ നാനാവശത്തിൽ ചെന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കാം, ഒരു പ്രശ്നവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രധാനമായിട്ട് ഇവിടെ നബിദിനമാഘോഷമാണ്. ഒരു മാസക്കാലമായി ലോക മുസ്ലിംകൾ കേരളത്തിൽ മാത്രമല്ല, ഈ വർഷത്തിൽ മാത്രമല്ല, നൂറ്റാണ്ടുകളായി ലോക മുസ്ലിമീങ്ങൾ നബിദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നബിദിനാഘോഷം? നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പല ആളുകൾക്കും അതിന് തെറ്റിദ്ധാരണാജനകമായ ചിന്തയിൽ നിന്നാണ് ആരോപണങ്ങളും അതുപോലെയുള്ള പിന്നെ നരകാരോപണവും ശിർക്കാരോപണവും ഒക്കെ അവിടെ വരുന്നത്. എന്താണ് നബിദിനാഘോഷം? ഈ വിഷയം കൈകാര്യം ചെയ്ത ഇമാമുമാർ തന്നെ പറയട്ടെ. ലോകത്ത് എത്രയെത്ര ഇമാമുമാർ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിക്കൊണ്ട് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ആഴക്കടലിൽ മുങ്ങിത്തപ്പിക്കൊണ്ട് വിജ്ഞാനം ലോകത്ത് പ്രസരിപ്പിച്ച മഹത്തുക്കളായ മഹാപണ്ഡിതന്മാർ അവരെന്താ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്? ഞാൻ ഉദാഹരണത്തിന് മഹാനായ ഇമാം അൽ ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു, ഹിജ്റ 9-ാം നൂറ്റാണ്ടിന്റെ മഹാനായ ഹിജ്റ 9-10 നൂറ്റാണ്ടുകളിലെ മഹാനായ ഇമാമായ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞില്ലേ, അന്ന അസ്ല അമലിൽ മൗലിദിൽ ലദി ഹുവ ഇജ്തിമാഉൻ നാസ് വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വറിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത് സുമ്മ യുമദ്ദു ലഹും സിമാതു യഅകുലൂനഹു വയൻസരിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക. ജനങ്ങൾ സംഗമിക്കുക, ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഓതുക, നബിയുടെ പ്രഥമഘട്ടത്തിൽ വന്ന അത്ഭുതങ്ങൾ സ്മരിക്കുക, നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട അമാനുഷികതകൾ വിവരിക്കുക. അങ്ങനെ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുക. അതിൽ തോന്നിവാസമില്ല, ആഭാസമില്ല, അനിസ്ലാമികതയില്ല. അவ்விதം സംഘടിപ്പിക്കപ്പെടുന്ന നബിദിനാഘോഷത്തിന്റെ വിധി എന്താണ്? ഹുവ മിനൽ ബിദഇൽ ഹസന, അത് സദാചാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എന്താ അതിന്റെ അർത്ഥം? സദാചാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എന്നാ നമ്മളെ നാട്ടിലൊക്കെ ഈ വർഷം വരെ, ഈ വർഷത്തിൽ കൂടി 5-6 കൊല്ലായിട്ട് ഇവിടെയൊക്കെ വിതരണം ചെയ്യുന്നൊരു നോട്ടീസ് ഉണ്ട്. ഏതോ ഒരു മുജാഹിദിന്റെ ഗ്രൂപ്പാണ്, വിസ്ഡം എന്തോ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ലയിച്ച കൂട്ടറൊന്നുമല്ല കേട്ടോ. ലയനത്തിന്റെ കഥ നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ കോഴിക്കോട് നിന്ന് പൊളിക്കാൻ പോകുന്നുണ്ട്. ലയനം എന്തായി എന്നുള്ളത് ലയിച്ചോട്ടെ. ലയനും ഐക്യൊക്കെ വേണ്ട തന്നെയാണ്. പക്ഷേ ലയനും ഐക്യൊക്കെ ആവുമ്പോ അത് യഥാർത്ഥ ലയനാവണ്ടേ? ആളുകളെ കണ്ണുപൊടി ഇടാനും ജനങ്ങളുടെ ഇടയിൽ ഒരൈക്യവും ഉള്ളില് ശക്തമായ അമർഷവും വെച്ചുകൊണ്ടുള്ള ലയനം പാടില്ലല്ലോ. തൗഹീദും ശിർക്കും എങ്ങനെ ലയിക്കും? കേന്നമുകാരൻ പറഞ്ഞിരുന്നത് മടവൂർ വിഭാഗം മുശ്രിക്കാണെന്നാണ്. മടവൂരുകാരൻ പറഞ്ഞത് കേന്നമുകാരൻ പച്ച മുശ്രിക്കാണെന്നാ പറഞ്ഞത്. നൗദുബില്ല, നമ്മൾ അങ്ങനെ പറയാറില്ല കേട്ടോ. സുന്നികൾ, നമ്മുടെ ഉസ്താദുമാർ അങ്ങനെ പറയാറുണ്ടോ? ഒരു കൂട്ടരെ പറ്റി മുശ്രിക്ക് എന്ന് പറയാറുണ്ടോ? കാഫിർ എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവര് തമ്മിൽ 2002 മുതൽ കേരളക്കരയുടെ കവലകൾ, അതിന്റെ ഓരോ ഭാഗങ്ങളും കേട്ട സംഗതികളാണതൊക്കെ. ഈ തൗഹീദും ശിർക്കും എങ്ങനെ ലയിച്ചു? ഹദീസ് നിഷേധികളുമായുള്ള ലയനം സാധ്യമാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ അങ്ങോട്ട് തള്ളുന്നെ. ഞാൻ ഇന്ന് വരെ വായിച്ചു സ്വഹീഹുൽ ബുഖാരിയിലെ ഒട്ടനേകം ഹദീസുകൾ.
അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി തആല സഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രമാണയോഗ്യമായ പ്രമാണ സ്രോതസ്സായ സഹീഹുൽ ബുഖാരിയിലെ ഒട്ടനേകം ഹദീസുകളെ സംശയത്തിന്റെ കരിനിഴലിൽ അവതരിപ്പിച്ച ആളുകൾ അവരേറ്റ് എങ്ങനെയാണ് അവരത് തിരുത്താതെ ആ ആശയത്തിൽ നിലകൊണ്ട് എങ്ങനെ ലയിക്കും? ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അവരല്ല, മറ്റേ വിഭാഗം ഉണ്ടല്ലോ വിസ്ഡം, അവര് പറഞ്ഞെന്താണ്? ഇമാം സുയൂത്തി തങ്ങൾ സദാചാരം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇവര് പറയാണ്, മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്, അനാചാരമാണ്. അൽ ഹാവിലിൽ ഫതാവ 1/196. അപ്പൊ സുയൂത്തി ഇമാം പറഞ്ഞത് അത് അനാചാരമാണ്. ഇവര് ഇത് നമ്മളെ നാട്ടിലൂടെ വീട് വീടാന്തരം കയറി കൊടുത്ത നോട്ടീസ് ഈ കൊല്ലം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ നോട്ടീസിൽ അനാചാരം എന്ന് പറഞ്ഞ ഈ പരിഭാഷ എവിടുന്ന് കിട്ടി? ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞത് മിനൽ ബിദഇൽ ഹസന, സദാചാരം എന്നാ പറഞ്ഞത്. എങ്ങനെയുള്ള സദാചാരം? അല്ലത്തി യുസാബു അലാ അലൈഹാ സാഹിബുഹാ, അത് അനുവർത്തിക്കുന്നവന് വമ്പിച്ച പുണ്യമാണുള്ളത്. എന്താ കാരണം? ലിമാ ഫീഹി മിൻ തഅദീമി ഖദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇദ്ഹാരിൽ ഫർഹി വൽ ഇസ്തിബ്ശാരി ബിമൗലിദിഹി ശരീഫ്, പവിത്രമായ നബി ജന്മം, ആ അനുഗ്രഹത്തിലുള്ള സന്തോഷം, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ ബഹുമാനിക്കൽ, ഇതെല്ലാം അടങ്ങിയതല്ലേ? അതുകൊണ്ട് അത് പുണ്യം കിട്ടുന്ന സദാചാരമാണെന്ന് ഹാഫിദ് സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ഹാവിലിൽ ഫതാവയുടെ 1/181 പേജിൽ പറഞ്ഞെങ്കിൽ ആ വരികളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിതാ ഈ നോട്ടീസിൽ പറഞ്ഞില്ലേ അത് അനാചാരമാണ്. അനാചാരം എന്നാണോ സുയൂത്തി പറഞ്ഞത് റഹിമഹുല്ലാഹ്? സുയൂത്തി ഇമാം പറഞ്ഞത് അനാചാരം എന്നാണോ? അല്ല, പുണ്യം ലഭിക്കുന്ന സദാചാരമാണ് എന്ന് പറഞ്ഞ വാചകത്തെ കുറ്റം ലഭിക്കുന്ന അനാചാരം എന്ന് പച്ചയായി മലയാളത്തിൽ അർത്ഥം കൊടുത്തില്ലേ? ഇത് ശരിയാണോ? ഈ പ്രവണത ശരിയാണോ സുഹൃത്തുക്കളെ? എന്നാ ഇതൊന്നും മനസ്സിലാക്കാതെ അറബി ഭാഷയിൽ എന്താ കിതാബിൽ പറഞ്ഞത് എന്നൊന്നും അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് അന്വേഷിക്കാതെ എന്തെങ്കിലും വ്യാജ നാടക മുഖാമുഖങ്ങളിൽ തൊള്ളിയും പൊളിച്ചിങ്ങനെ ഇരുന്നാ മതിയോ? ഈ പറയുന്നതൊക്കെ അണ്ണാക്ക് തൊടാതെ അല്ലെങ്കിൽ അണ്ണാക്കറിയാതെ വിഴുങ്ങിയാ മതിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നിട്ട് അനാചാരം എന്നുള്ള ഈ ആരോപണം അതിന്റെ ഏറ്റവും അതിന്റെ ശക്തി കുറഞ്ഞ ആരോപണമാണ്. ഏറ്റവും ഭയാനകമായ ആരോപണം ഇതൊന്നുമല്ല. നബിദിനാഘോഷം ശിർക്കാണ്, അത് പച്ച കുഫറാണ് എന്നാ പറയുന്നത്. എന്താ നബിദിനാഘോഷം? ഇവിടെ പറഞ്ഞില്ലേ, ആളുകൾ സംഗമിക്കുക, എന്നിട്ട് ആളുകൾ സംഗമിച്ചുകൊണ്ട് ഖുർആൻ ഓതുക, നബി വർത്തമാനം അനുസ്മരിക്കുക, പ്രവാചക സ്നേഹം കൈമാറുക. ഇത് ശിർക്കും കുഫറുമാണ് എന്നല്ലേ എത്ര വലിയ ഗുരുതരമായ ആരോപണമാണ്. നിങ്ങൾ നോക്കൂ, ഇത് ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്നുള്ള പുസ്തകം. ഈ പുസ്തകത്തിന്റെ 57-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന ഒരു പാരഗ്രാഫ് ഞാൻ നിങ്ങളെ വായിച്ചു തരാം. അതിഗുരുതരമായ മറ്റൊരു താത്വിക വശം മൗലിദ് കഴിക്കുന്നതിലുണ്ട്. അതായത് സൃഷ്ടികളുടെ തൃപ്തി ആഗ്രഹിച്ചു നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. മൗലിദിന് സ്വലാത്തും സലാമും ചൊല്ലിയാണ്, അതുപോലെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാണ്. അപ്പൊ അതിൽ പുണ്യപ്രവർത്തനം തന്നെയാണ്. പക്ഷേ അതിൽ റസൂലുള്ളാഹിന്റെ തൃപ്തിയും റസൂലുള്ളാഹിന്റെ സ്നേഹവും അവിടുത്തെ ശഫാഅത്തും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശിർക്കാന്നാ പറഞ്ഞത്. ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിന്റെ കഴമ്പാണ് താനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവല്ലാത്ത സൃഷ്ടികളുടെ പൊരുത്തവും രക്ഷയും ഇച്ഛിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം നിഷിദ്ധമാണ്. അത് ശിർക്കും കുഫ്റുമാണ്. അപ്പൊ നബിദിനാഘോഷ ശിർക്കും കുഫ്റുമാണ്. ഇത് ഉമർ മൗലവി മാത്രമല്ല എഴുതിയത്. 2008 മാർച്ച് ലക്കത്തിലുള്ള ഇസ്ലാഹ് മാസിക ഉണ്ടോ? നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് സാധാരണക്കാരിതൊന്നും മനസ്സിലാക്കുന്നില്ല. ഉപരിപ്ലവമായ ചില പ്രചണ്ഡമായ ദുഷ്പ്രചരണങ്ങൾ മാത്രം ശ്രവിച്ചാ പോരാ.
വസ്തുതകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവണം നമ്മള്. അൽ-ഇസ്ലാഹ് മാസിക 2008 KNM മുഖപത്രമാണ്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അംഗീകാരത്തോടെ അവരുടെ ആശീർവാദത്തോടു കൂടി പ്രസിദ്ധീകരിച്ച ഈ മാസിക, ഇതിന്റെ മാർച്ചിലക്കം 2008 34-ാമത്തെ പേജിലും കൃത്യമായി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഇതിന്റെ 36-ാമത്തെ പേജിൽ പറയാം. എന്താ പറയുന്നത്? മൗലിദാഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. അള്ളാന്റെ പൊരുത്തല്ല. ഒരു ആരോപണല്ലേ? നബിദിനം ആഘോഷിക്കുന്നവർക്ക് അള്ളാന്റെ പൊരുത്തം വേണ്ടെന്ന് നമ്മൾ ആരെങ്കിലും മനസ്സിലുണ്ടോ? എന്നിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളുടെ മനസ്സിലില്ലാത്ത ഒരു ആശയത്തെ മുസ്ലിമീങ്ങളുടെ പേരിൽ ആരോപിക്കാം. ഇതിനെന്താ പറയാ? ഇതിന് പാതകം എന്നാണോ, കൊടുംപാതകം എന്നാണോ, മഹാപാപം എന്നാണോ, എന്താ പറയേണ്ടത്? ഞങ്ങൾ ഏതായാലും ഇതിനെ പറ്റി പറഞ്ഞത്, ഇവിടെ വിഷയം കൊടുത്തത് അനിസ്ലാമികം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത്രേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തീർന്നില്ല. ശിർക്കും ബിദ്അത്തും നടത്തുന്നവർ ശാശ്വതമായ നരകവാസത്തിന് അർഹരാണ്. മൗലിദാഘോഷം തന്നെ ശിർക്കാണ്. മൗലിദാഘോഷം ശിർക്ക് മാത്രമല്ല, ബിദ്അത്തും കൂടിയാണ്. ശിർക്കും ബിദ്അത്തും നടത്തുന്നവർ ശാശ്വതമായ നരകവാസത്തിന് അർഹരാണ്. അൽ-ഇസ്ലാഹ് മാസികയുടെ 2008 മാർച്ചിലക്കത്തിലെ സമ്മേളന സ്പെഷ്യൽ 36-ാമത്തെ പേജാണ്. ഇനി ഉമർ മൗലവിയുടെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന പുസ്തകത്തിന്റെ 10-11 പേജുകളിലും ഇത് കൃത്യമായി പറയുന്നുണ്ട്. എത്ര സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ട്? ഈ ശിർക്കാരോപണം ശരിയാണോ? നബിയുടെ പൊരുത്തം കാംക്ഷിക്കുക, ഇത് ശിർക്കാണ് പോകുന്നത്. ഖുർആൻ പറഞ്ഞത് എന്താണ്? വല്ലാഹു വറസൂലുഹു അഹഖു അൻ തുർദു. അള്ളിം റസൂലും റസൂലിനെ എന്റെ പൊരുത്തം സമ്പാദിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവരാണ്. ഖുർആനിന്റെ ഭാഷയാണ് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കണം എന്ന് ഖുർആനാ പറയുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിന്റെ ഗവർണറായി അല്ലെങ്കിൽ യമനിന്റെ ഖാദിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുമ്പോൾ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മുആദേ, അവിടെ ചെന്നാൽ നീ എങ്ങനെ വിധിക്കും? ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഖുർആൻ കൊണ്ട് വിധിക്കും, അങ്ങയുടെ സുന്നത്ത് കൊണ്ട് ഞാൻ വിധി പ്രസ്താവിക്കും. മുആദേ, ഖുർആനിലും സുന്നത്തിലും ഒരു പ്രശ്നത്തിന്റെ മതവിധി നീ കാണുന്നില്ലെങ്കിലോ മുആദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണ്? എന്താ കൊടുത്ത മറുപടി? ഞാൻ എന്റെ ഗവേഷണം കൊണ്ട്, ഇജ്തിഹാദ് കൊണ്ട് ഞാൻ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും നബിയേ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ്? അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂലായ മുആദ് എന്നവർക്ക് തൗഫീഖ് കൊടുത്ത റബ്ബിന് സർവസ്തുതിയും. എന്തിന് തൗഫീഖ് കൊടുത്തു? അവന്റെ റസൂലിന്റെ പൊരുത്തം സമ്പാദിക്കാൻ. റസൂലിന്റെ പൊരുത്തം സമ്പാദിക്കാൻ മുആദ് എന്നവർക്ക് തൗഫീഖ് കൊടുത്ത പടച്ച തമ്പുരാനെ ഞാൻ സ്തുതിക്കുന്നു എന്നല്ലേ? റസൂലിന്റെ പൊരുത്തം സമ്പാദിക്കാൻ മുആദിന് തൗഫീഖ് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ മൗലവിമാരെ, നബിദിനാഘോഷത്തെ ശിർക്കും ബിദ്അത്തും കുഫറും നരകവുമാക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വിവേചിച്ച് മനസ്സിലാക്കാത്ത സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ ഹദീസ് പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ശിർക്കാകുമോ? മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് തൗബയുടെ വചനം ഞാൻ പറഞ്ഞു, പുണ്യ റസൂലിന്റെ ഹദീസിന്റെ വചനം ഞാൻ പറഞ്ഞു. ഇനിയും നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്കെല്ലാവരും, നമ്മളെല്ലാവരും കേട്ടു തഴമ്പിച്ചൊരു ഹദീസില്ലേ? റിളൽ വാലിദൈൻ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. ഈ ഹദീസ് വാറോലയാണ്, തെങ്ങോലയാണ്, കൗങ്ങിന്റെ ഓലയാണ് അഭിപ്രായമുള്ള ആൾക്കാർക്ക് 9 മണിക്കൂർ വരട്ടോ. ഞാനിപ്പോ ഖുർആനിൽ നിന്നൊരു ആയത്തോതി, അതുപോലെ പ്രവാചകന്റെ ഒരു ഹദീസ് പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് ഇവിടെ പറയാൻ പോവുകയാണ്. ഇതൊക്കെ തെങ്ങിന്റെ ഓലയാണ്, കൗങ്ങിന്റെ ഓലയാണ്, വാറോലയാണ്, തെങ്ങോലയാണ്, ഇങ്ങനെയൊക്കെ വല്ല ആളുകൾക്കും നാവിലൂടെ വരുന്നുണ്ടെങ്കിലേ, അല്ലെങ്കിൽ തുളുമ്പുന്നുണ്ടെങ്കിലേ ആ കസേരയിൽ വന്നിരിക്കാം. 9 മണിയോടുകൂടി നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുമ്പോഴേ അള്ളാന്റെ പൊരുത്തം കിട്ടുള്ളൂ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ ഒരു മകൻ തന്റെ വൃദ്ധരായ മാതാപിതാക്കളെ നല്ലവണ്ണം പരിചരിച്ചു. എന്തിനു വേണ്ടി? വലിയൊരു പുണ്യകർമ്മല്ലേ? വബിൽ വാലിദൈനി ഇഹ്സാന, ഏറ്റവും വലിയ പുണ്യകർമ്മമല്ലേ? ആ പുണ്യകർമ്മം നിർവഹിച്ചു. എന്തിനു വേണ്ടി? എന്റെ അമ്മാനി ബാപ്പാനി പൊരുത്തം കിട്ടണം, അങ്ങനെ എനിക്ക് സ്വർഗം കിട്ടണം. ഇത് വിചാരിച്ചു കാണും ഉമ്മാനി ബാപ്പാനി പൊരുത്തം കിട്ടാൻ വേണ്ടി ആ ഉമ്മാക്കും ബാപ്പാക്കും പരിചരണം കൊടുത്താൽ, ഞാൻ ചോദിക്കട്ടെ, ഇതെഴുതിയ ഇസ്ലാഹുകാരനോട് ഞാൻ ചോദിക്കട്ടെ, അതെഴുതിയ ഉമർ മൗലവിയോട് ഞാൻ ചോദിക്കട്ടെ. ഉമർ മൗലവി മരിച്ചുപോയി, അദ്ദേഹത്തോട് ചോദിച്ചാൽ ശിർക്കാവോ? ആകപ്പാടെ കുടുങ്ങിയല്ലോ. ഇത് ചോദിക്കാനും പറ്റൂലേ? ചോദിച്ചാ മുശ്രിക്കായി പോകുന്നല്ലേ പറഞ്ഞത്? ചോദിച്ചാ മുശ്രിക്കാവും. നിങ്ങൾ നോക്കണം, മൈമൂന ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ അന്തിയുറങ്ങുമ്പോ പാതിരാവിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കുവാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഓതുണ്ടാക്കുമ്പോ പെട്ടെന്ന് പറയാ, ആരുമില്ല, കൂരാകൂരിരുട്ടാണ്. ലബ്ബൈക 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 നുസിർത നുസിർത നുസിർത. ഇത് ഫത്ഹുൽ ബാരിയിൽ കാണാം. ഫത്ഹുൽ ബാരി ഹദീസിനെ വിമർശിച്ചിട്ടില്ല. ഹാഫിദുൽ അസ്ഖലാനി തങ്ങൾ, ലോകം അവലംബയോഗ്യനായി കാണുന്ന ഇമാം, അവിടുത്തെ ഫത്ഹുൽ ബാരിയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഇതിൽ കൊടുക്കുന്ന ഹദീസുകൾ അതൊന്നുകിൽ സഹീഹായ ഹദീസുകളായിരിക്കും, അതല്ലെങ്കിൽ ഹസനായ ഹദീസുകളായിരിക്കും. രണ്ടാണെങ്കിലും അത് സ്വീകാര്യമാണ്, പ്രമാണയോഗ്യമാണ്. ആ പ്രമാണയോഗ്യമായ ഹദീസുകളുടെ കൂട്ടത്തിനായി ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുകയാണ് ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്താണെന്നറിയോ? ലബ്ബൈക ലബ്ബൈക ലബ്ബൈക, നിനക്കുത്തരം നിനക്കുത്തരം നിനക്കുത്തരം, നുസിർത നുസിർത നുസിർത, നിനക്ക് സഹായം നിനക്ക് സഹായം നിനക്ക് സഹായം. ആ സമയത്ത് മൈമൂന ബീവി ചോദിക്കുകയാണ്, ആരോടാ നബിയെ, ആരോടാ നബിയെ അങ്ങ് സംസാരിക്കുന്നത്? ഇവിടെ ആരുമില്ലല്ലോ. തങ്ങൾ പറയാണ്, അകലെ, എത്രയോ അകലെ, എത്രയോ കാതം അകലെയുള്ള ബനൂ കഅബ് കബീലയിൽപ്പെട്ട റാജിസായ സഹാബി വര്യൻ എന്നെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുകയാണ്, എന്നെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുകയാണ്. ഫഅയ്യിദ് നസ്റൻ മുഅയ്യദാ, നബിയേ അങ്ങ് ശക്തമായ സഹായം കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ നബിയേ. ഞങ്ങളുടെ കുടുംബക്കാർക്കെതിരിൽ ബനൂ ബക്കർ കുടുംബക്കാരെ, ഞങ്ങളുടെ ശത്രുക്കളെ സഹായിക്കാൻ ഖുറൈശികൾ മുന്നോട്ട് വന്നിരിക്കുന്നു നബിയേ. അപ്പോഴാ റസൂൽ മറുപടി കൊടുക്കുന്നത്, ലബ്ബൈക 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 നുസിർത. എത്രയോ അകലമുള്ള നബിയെ സഹായത്തിന് വിളിക്കുന്ന സ്വഹാബിക്ക് പുണ്യ റസൂല് മൈമൂന ബീവിയുടെ ചാരത്ത് നിന്ന് മറുപടി കൊടുക്കുമ്പോ അത് ശിർക്കാണോ? എന്താണ് ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ, തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ വളരെ പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. നബിദിനാഘോഷത്തെ പറ്റി ഇവരുടെ വിമർശനങ്ങള്, ഓരോ വിമർശനങ്ങളും ഒരുപാട് വിമർശനങ്ങളുണ്ട്. അതിൽപ്പെട്ട വലിയൊരു വിമർശനമാണ് നബിദിനാഘോഷത്തിൽ അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ജനനത്തെ പുരസ്കരിച്ചുകൊണ്ട് ഒരു കാരക്കന്റെ ചീള് കൊടുത്തിട്ടുണ്ടോ? എന്നാ അത് നിങ്ങൾ തെളിയിച്ചെന്നാ ഞങ്ങൾ ബിരിയാണി വെച്ചെടുത്തോളാം അവർ പറയുന്നത്. കാരക്കന്റെ ചീള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബിരിയാണി വെച്ചെടുത്തോളാം. എന്നാ ഞങ്ങൾക്ക് പറയാനുള്ള എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂല് കാരക്കന്റെ ചീളല്ല, അതിനപ്പുറം അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു എന്നല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനത്തിന്റെ 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് എന്നവര് അഖീഖത്ത് അറുത്തു എന്നുള്ളത് ഇസ്ലാമിലെ ചരിത്രങ്ങളിൽ അറിയപ്പെട്ട സംഭവമായിരിക്കെ തന്നെ النبي صلى الله عليه وسلم بعد أن بعث نبيا. ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അൻ ബുഇസ നബിയ, അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകത്വം കിട്ടിയതിനു ശേഷം, പ്രവാചകത്വം കിട്ടിയതിനു ശേഷം അഖീഖത്ത് അറുക്കുകയുണ്ടായി. എന്താ അഖീഖത്ത് എന്ന് പറഞ്ഞാൽ? ജനനത്തിന്റെ പേരിലുള്ള ശുക്രല്ലേ? എന്താ അഖീഖത്ത് എന്ന് പറഞ്ഞാല്? ജനനത്തിന്റെ പേരിലുള്ള സന്തോഷമല്ലേ? ആ അഖീഖത്ത് എന്തിനാ പുണ്യ റസൂൽ ആവർത്തിച്ചത്? 40 വയസ്സ് കഴിഞ്ഞിട്ട് ആരെങ്കിലും അഖീഖത്ത് അറക്കാറുണ്ടോ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ചെറുപ്പത്തിലെ കുട്ടിയാക്കി അഖീഖത്ത് അറത്താ പിന്നെ 40 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ അഖീഖത്ത് അറക്കല? പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അഖീഖത്ത് അറുത്തു. ഈ ഹദീസ് ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്ത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഹദീസിനെ പറ്റിയോ അല്ലാത്തതിനെ പറ്റിയോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള തുറന്ന വേദിയാണ്, അടഞ്ഞ വേദിയല്ല. ആ ഹദീസ് വാറോലല്ലേ മുസ്ലിയാരെ? ആ ഹദീസ് ബാത്തിലല്ലേ മുസ്ലിയാരെ? അങ്ങനെ അഭിപ്രായം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം. നല്ല ഭാഷയില് ശാന്തമായ സ്വരത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള അവസരമാണ്. ഈ ഹദീസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒഴിവാകാനൊന്നും പറ്റൂല.
ഇത് ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം തഹാവി അവിടുത്തെ മുശ്കിലുൽ ആസാറിൽ വളരെ വ്യക്തമായി ഇതിന്റെ സനദ് വിശദീകരിച്ച ഹദീസാണ്. ഇത് പ്രമാണയോഗ്യമാണ്. അല്ലാന്നേറ്റ് ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പണിയതാ, പറ്റൂല, തെളിവിന് പറ്റൂല, തെളിവിന് പറ്റൂല. ഇത് പറയുന്ന ആളുകൾക്ക് ഒരു വെളിവ് വേണ്ടേ? എന്താണ് തെളിവ്? പറ്റലെങ്ങനെ, പറ്റാതിരിക്കലെങ്ങനെ? ഒന്നും ചിന്തിക്കൂല, ഒന്നും പഠിക്കൂല, അറിഞ്ഞതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പഠിക്കണം നമ്മൾ, പകർത്തണം നമ്മൾ, ചിന്തിക്കണം നമ്മൾ, ആലോചിക്കണം. ആലോചിക്കുമ്പോ പിടുത്തം കിട്ടും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ റസൂലുള്ള കാരക്കച്ചികൾ കൊടുത്തു എന്നാ ചോദ്യം. പിന്നെ നിങ്ങൾക്ക് ഹഖീഖത്ത് പറ്റൂലേ? കാരക്കച്ചികൾ തന്നെ വേണമെന്നുണ്ടോ? കാരക്കച്ചികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബിരിയാണി വെച്ച് കൊടുത്തോളാം എന്നാ പറയുന്നത്. എന്നാ പിന്നെ ഹഖീഖത്ത് അർത്ഥതോ? അപ്പൊ അവരുടെ ചോദ്യം എന്താണ്? ജനങ്ങളുടെ ഇടയിൽ കുശുമ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യം. റബീഉൽ അവ്വൽ 12 റസൂൽ ജനിച്ചു എന്നുള്ളതിലേക്ക് കുറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12 ജനിച്ചത് എന്നുള്ളതില് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേസമയത്ത് 12 വഫാത്തായത്, അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം ജമിയത്തുൽ മുഅല്ലിമീന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ വെച്ചുകൊണ്ടൊരു സംവാദം നടക്കുകയുണ്ടായി. നേർക്ക് നേരെയുള്ള വാദപ്രതിവാദ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഈ നോട്ടീസിൽ, കഴിഞ്ഞ വർഷത്തെ നോട്ടീസിൽ, അതിന്റെ മുമ്പത്തെ നോട്ടീസിൽ, നിങ്ങളുടെ പുസ്തകങ്ങളിൽ, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ പറഞ്ഞല്ലോ നബിയുടെ ജന്മം 12 തർക്കമുണ്ടെന്നും നബിയുടെ വഫാത്ത് റബീഉൽ അവ്വൽ 12 തർക്കമേ ഇല്ല എന്നും. അതുകൊണ്ട് 12 ആഘോഷിക്കുകയല്ല വേണ്ടത്, അന്ന് ദുഃഖം ഘനീഭവിച്ചുകൊണ്ട് ദുഃഖം തളം കെട്ടി കഴിഞ്ഞുകൂടുകയാണ് വേണ്ടതെന്നും അതിനാണ് പോരിഷ എന്നും നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പോ മൗലവി ആദ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റസൂലുള്ള 12 വഫാത്തായത്. അത് അവരോടുള്ള ചോദ്യാട്ടോ, ഇവിടെ നിങ്ങളോടുള്ള ചോദ്യമല്ല. 12 അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതെന്നും അതിൽ തർക്കമില്ല എന്നതും അതിന്റെ തെളിവ് പറ. എന്താ തെളിവ്? കിതാബ് മറിച്ച ഒരുപാട് അഭിപ്രായങ്ങൾ കാണാം. തഫ്സീറുകൾ മറിച്ചു നോക്കിയാൽ റബീഉൽ അവ്വൽ 2 മരിച്ചത് എന്നാ കാണാം, 8 കാണാം, റബീഉൽ അവ്വൽ 1 കാണാം, റബീഉൽ അവ്വൽ 10 കാണാം, റബീഉൽ അവ്വൽ 12 കാണാം, അതിനപ്പുറമുള്ള ചില ഡേറ്റുകളിൽ കാണാം. ഞങ്ങൾ ചോദിച്ചു, നിങ്ങളല്ലേ തർക്കമില്ല എന്ന് പറഞ്ഞത്? കണ്ടോ, ഈ നോട്ടീസിൽ എഴുതി, ഈ പുസ്തകത്തിൽ എഴുതി. അനേകം നോട്ടീസുകൾ, 5-6 കൊല്ലത്തെ നോട്ടീസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. അപ്പോ ഇതിൽ തന്നെ പറയുന്നത് കണ്ടോ, ഇതിന്റെ 80-ാമത്തെ പേജ്. ഇത് നബിദിനാഘോഷത്തിനെ പറ്റി ഇവർ സ്പെഷ്യലായിട്ട് ഇറക്കിയ ഒരു പുസ്തകം. ഈ പുസ്തകത്തിന് 80-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന ദിവസം ഏതാണെന്നതിൽ ഏറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവിടുന്ന് വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു സംവാദത്തിൽ കഴിഞ്ഞ വർഷം, തർക്കമില്ല നിങ്ങൾ പറഞ്ഞില്ലേ, എന്താണ് അതിന്റെ തെളിവ്? ആര് പറഞ്ഞു തർക്കമില്ല? അപ്പോ മൗലവി പറഞ്ഞ വാക്കെന്താ അറിയോ? അത് ഞങ്ങൾ അടുത്ത കൊല്ലം തിരുത്തിക്കോളാം. സംവാദത്തിൽ പറഞ്ഞാണ് അടുത്ത കൊല്ലം തിരുത്തിക്കോളാം. പിന്നെന്താ അവർ പറയാ? അടുത്ത കൊല്ലം തിരുത്തിക്കോളാന്ന് പറഞ്ഞപ്പോ ഈ വർഷം റബീഉൽ അവ്വൽ മാസം വന്നു. ഈ കൊല്ലം ഇറക്കിയ നോട്ടീസാണിത്. ഞാൻ വായിച്ചു നോക്കി. ഇതിലെന്താ പറഞ്ഞത്? ജന്മദിനത്തിന്റെ കാര്യത്തിൽ റബീഉൽ അവ്വൽ 8, 10, 12, 17, 18 എന്നിങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ വഫാത്ത് 12 തർക്കമില്ല. കഴിഞ്ഞ വർഷം തിരുത്തും എന്ന് പറഞ്ഞ ആൾക്കാർ ഈ കൊല്ലം തിരുത്തിയില്ല. കഴിഞ്ഞ വർഷം നേർക്കുനേരെ സംവാദത്തിൽ മുഖാമുഖം നിന്നുകൊണ്ട് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ തിരുത്തിക്കൊള്ളാം എന്ന് ജനങ്ങളുടെ മുമ്പിൽ, സദസ്സിന് മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ആളുകൾ ഈ കൊല്ലം തിരുത്തിയില്ല. എന്തിനാ നിങ്ങൾ തിരുത്താതിരുന്നത്? ഇത് തന്നെ നിങ്ങളുടെ വ്യർത്ഥമായ വാദത്തിന്റെ സ്ഥിതിഗതികളെ ചൂണ്ടിക്കാണിക്കുന്നില്ലേ? നിങ്ങളുടെ വാദങ്ങളും ആരോപണങ്ങളും തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നില്ലേ? എന്നിട്ട് പറയാം, പല പല ചോദ്യങ്ങളാ. നബിദിനാഘോഷം ഇസ്ലാമിൽ 2 ആഘോഷങ്ങളല്ലേ ഉള്ളൂ, പിന്നെന്തിനാ നബിദിനാഘോഷം എന്നാ ചോദ്യം.
എന്നാ അത് ശരിയല്ല. ഇസ്ലാമിൽ പെരുന്നാളുകൾ രണ്ടേ ഉള്ളൂ. അത് ശവ്വാലൊന്നും ദുൽഹിജ്ജ 10 ശവ്വാലൊന്നിന്റെ പെരുന്നാൾ തലേനേക്ക് മുന്തിക്കാൻ പാടില്ല. ശവ്വാലൊന്നിന്റെ പെരുന്നാൾ ശവ്വാൽ 2 പിന്തിച്ചു നിസ്കരിച്ചാൽ അത് ഖളാ ആണ്. ദുൽഹിജ്ജ 10 പെരുന്നാൾ ദുൽഹിജ്ജ 9 പാടില്ല. ദുൽഹിജ്ജ 10 പെരുന്നാൾ നിസ്കാരം പിറ്റേന്നേക്ക് പിന്തിച്ചാൽ, ളുഹ്ർ കഴിയുന്നത് വരെ പിന്തിച്ചാൽ അത് ഖളാ ആണ്. മുന്തിക്കൽ ഹറാമും പിന്തിക്കൽ ഖളാവുമാകുന്ന വിധത്തിലുള്ള പെരുന്നാളുകൾ 2. റബീഉൽ 12 ആഘോഷം നമ്മൾ നടത്തുന്നത് അങ്ങനെയാണോ? അത് മുന്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ? അത് പിന്തിച്ചാൽ ഖളാ ആണ് നമ്മൾ പറയുന്നുണ്ടോ? ഒട്ടുമിക്ക മഹല്ലുകളിലും 12 അന്ന് പകല് ഘോഷയാത്ര പോലുള്ള കാര്യങ്ങൾ, 13 അന്ന് രാത്രി കലാപരിപാടികളും അല്ലേ? 12 പറ്റുള്ളൂ നമ്മൾ പറയുന്നുണ്ടോ? പിന്തിച്ചാൽ അത് ഖളാ ആയിപ്പോയി നമ്മൾ ആരെങ്കിലും നിയ്യത്ത് വെക്കുന്നുണ്ടോ? മുന്തിക്കാൻ പാടില്ല. 11 അന്ന് പാടില്ല, 10 അന്ന് പാടില്ല. ഇങ്ങനെ ഏതെങ്കിലും കിതാബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരോ ഇവിടെ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്ത് ചോദ്യാണിത്? വ്യർത്ഥമായ അർത്ഥശൂന്യമായ ഇൽമ കൊണ്ട് നോക്കുമ്പോൾ വളരെ തെറ്റായ ഒരു ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമല്ലേ പിന്നെ ഇവര് പറയുന്നത് അന്ന് ആഘോഷിക്കല്ല വേണ്ടത്. ഇതാ ഈ നോട്ടീസിലൊക്കെ പറയുന്നത് എങ്ങനെയാ? തുടക്കം തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് ഈ കൊല്ലം ഇറങ്ങിയ നോട്ടീസാ. എന്നാ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ നോട്ടീസോ? അതിലും അങ്ങനെ തന്നെയുള്ളത്. ഇത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ നോട്ടീസാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബീഉൽ അവ്വൽ 12 ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ അതിന്റെ അപ്പുറത്തെ ഇറങ്ങിയ നോട്ടീസോ? അതിന്റെ മുമ്പ് ഇറങ്ങിയ നോട്ടീസാ. ഇതിലും പറയുന്നത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബീഉൽ അവ്വൽ 12 വരുമ്പോ, റബീഉൽ അവ്വൽ മാസം വരുമ്പോ കൊല്ലം നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിന്റെ തെളിവ്? ആരാണത് പഠിപ്പിച്ചത്? ഏത് മാതൃകയാ നിങ്ങൾക്കുള്ളത്? ഏത് തെളിവാ നിങ്ങൾക്കുള്ളത്? മുസീബത്ത് ഓർമ്മിക്കുമ്പോ അത് എപ്പോഴാണെങ്കിലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. അത് ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. റബീഉൽ അവ്വൽ മാസത്തിന്റെ കൊല്ലമുള്ള ആവർത്തന സമയത്ത് നോട്ടീസുകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിന്റെ തെളിവെന്താണ്? നിങ്ങൾക്ക് എന്തോ ആവാം. നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂല. ഇങ്ങോട്ട് ഒരു ചോദ്യം വരുമ്പോ അങ്ങോട്ട് 10 ചോദ്യം വരും. ഒരു ചോദ്യത്തിന് 10 ചോദ്യങ്ങൾ തിരിച്ചു വരും. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നബിദിനാഘോഷം സൽക്കർമ്മമാണ്. അത് പ്രമാണയോഗ്യമാണ്. അതിനെക്കുറിച്ച് ശിർക്ക് ആരോപിക്കുന്നത് അനിസ്ലാമികമാണ്. അനാചാരമെന്ന് മുദ്ര കുത്തുന്നത് വമ്പിച്ച തെറ്റാണ്. ഇത് നമ്മൾ പറയുകയല്ല, നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞതല്ല. ഇത് ഇമാമുമാരാണ് നമ്മെ പഠിപ്പിച്ചത്. ഇമാമുമാർ. ഇനി നിങ്ങൾ നോക്കണം, ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ചോദ്യകർത്താക്കൾ ആരും ഇല്ല ഇവിടെ. ഇത്രയും വലിയൊരു സദസ്സിൽ ഒരാളും ചോദിക്കാൻ നമ്മളെ നബിദിനാഘോഷത്തിന്റെ വിരോധികളായ സുഹൃത്തുക്കൾ ആരും വന്നിട്ടില്ല. വളരെ സർവാത്മന സ്വാഗതം ചെയ്യാം. ഇവിടെ നിങ്ങൾ ഒരിക്കലും സദസ്സിനെ കൊണ്ട് തക്ബീർ എല്ലിപ്പിക്കാണ്ട് നിങ്ങളെ അവഹേളിക്കുന്ന, തക്ബീർ അവഹേളനത്തിനല്ല, പക്ഷെ അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നാൻ പോലും ചാൻസ് കൊടുക്കാത്ത വിധം നല്ല മട്ടത്തിലായിരിക്കും ഈ തുറന്ന സംവാദം എന്ന് പറയുന്നത്. ഇത് തുറന്നു തന്നെയാണ്. ഇവിടെ അവ്യക്തതകളില്ല, അടഞ്ഞു കിടക്കുന്ന സ്വഭാവമില്ല, സുതാര്യമാണ്, തുറന്നതാണ്. നിങ്ങൾക്ക് ഇരിക്കാനുള്ള കസേരയും സംസാരിക്കാനുള്ള മൈക്കും നിങ്ങൾ നോക്കണം. ഈ പരിപാടി ഈ കാണുന്ന ആളുകൾ മാത്രമല്ല കേൾക്കുന്നത്. നമ്മുടെ സുഹൃത്ത് സാലിഹ് ഒറ്റപ്പാലം, സഹപ്രവർത്തകൻ, അദ്ദേഹം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഓൺലൈൻ പ്രവർത്തകനാണ്. അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് വന്നിട്ട് ഇത് ലൈവായിട്ട് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഈ സമയത്ത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ദൃശ്യങ്ങളും ഇവിടുത്തെ ശബ്ദങ്ങളും നിങ്ങളൊക്കെ പല സന്ദർഭത്തിലായിട്ട് അമേരിക്കയിലും ചൈനയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട് ക്യാമറയിലൂടെ. അപ്പൊ ഇത് ലോകത്ത് ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അല്ലാഹു തആല ഈ സംവിധാനം ഒരുക്കിയ നമ്മുടെ ഓൺലൈൻ പ്രവർത്തകർ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ വിദേശത്തും നാട്ടിലുമുള്ള പ്രവർത്തകർക്ക് അല്ലാഹു നല്ല പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ജോലിയിലൊക്കെ അല്ലാഹു തആല ഇസ്സത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ കൊല്ലം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആൾക്കാര്. പക്ഷേ ഒരൊറ്റ കാര്യം പറയട്ടെ, യഥാർത്ഥത്തിൽ
നബിദിനാഘോഷം സുന്നത്താണ്. റബീഉൽ അവ്വൽ മാസം ലോക മുസ്ലിമീങ്ങളുടെ പ്രവാചക സ്നേഹം അങ്കുരിക്കുന്ന മാസമാണ്. അതങ്ങനെ തന്നെ ആവേണ്ടതാണ്. മൗലിദിന്റെ സദസ് പുണ്യ സദസ്സാണ്. അതിൽ പങ്കെടുക്കുന്നവർ മഹാഭാഗ്യവാന്മാരാണ് എന്ന് ഇവിടെ ഉദ്ഘോഷിക്കുകയും എന്ന് ഇവിടെ പ്രസംഗിക്കുകയും പ്രസിദ്ധീകരിക്കുകയും പ്രഭാഷണം നിർവഹിക്കുകയും ജനങ്ങൾക്കിടയിൽ നടപ്പിലാക്കുകയും സമുചിതമായി ആഘോഷിക്കുകയും ചെയ്തത് സുന്നികളല്ല. സുന്നികളെക്കാൾ 10 മടങ്ങ് ശക്തിയോടെ ആവേശത്തോടുകൂടി 920 മുതൽ 950 വരേക്കുമുള്ള കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ മുജാഹിദുകൾ, വഹാബികൾ, KM മൗലവിയും EK മൗലവിയും MCC മൗലവിയും അല്ലാത്ത മൗലവിമാരും അക്കാലത്തുള്ള മഹാന്മാരും നവോത്ഥാന നായകന്മാരും പരിഷ്കർത്താക്കളും വലിയ വലിയ ആൾക്കാരും ഈ സാധുക്കളായ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സുന്നികളായ പാവങ്ങളായ പ്രവാചക സ്നേഹികളൊക്കെ നരകത്തിലും. ഇങ്ങനൊരു നിയമം പടച്ചോന്റെ ദീനിലുണ്ടോ? മുജാഹിദുകൾ നബിദിനാഘോഷിച്ച സ്വർഗത്തില്, സുന്നികൾ ആഘോഷിച്ച നരകത്തില്. ഇതെവിടെ നീട്ടി? എല്ലാത്തിന്റെ തെളിവ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സമയക്കുറവ് കാരണത്താൽ വായിക്കുന്നില്ല എന്നേ ഉള്ളൂ. 30 കൊല്ലത്തെ ചരിത്രം പറയുന്ന അൽ മുർഷിദാണിത്. അൽ മുർഷിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരികമായ അവരുടെ പ്രസിദ്ധീകരണം. ഇതിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നിട്ട് ഇവര് സ്വർഗത്തിലും ഇന്നത്തെ സുന്നികൾ നരകത്തിലും. എന്താണ് ഈ പറയുന്നത്? നമുക്ക് അറിവില്ലെങ്കിലും ബുദ്ധി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഈ അടുത്ത് മൂത്തേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാരപ്പുറം അവിടെ ഒരു മുഖാമുഖം നടക്കുകയാണ്. അപ്പോ എന്നോട് ചോദിച്ചു, ആയിഷ ബീവി നബിദിനാഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, അള്ളാന്റെ റസൂലിന്റെ ഹദീസിലൂടെ ഇമാമുമാർ നമ്മളെ പഠിപ്പിച്ച ഒരു സംഗതി, ആ സംഗതി ഇനി നമുക്ക് അമല് ചെയ്യണമെങ്കിൽ, ഉമ്മത്തിന് അമല് ചെയ്യണമെങ്കിൽ ആയിഷാ ബീവി ചെയ്യണം എന്നൊരു നിയമം ഇസ്ലാമിലുണ്ടോ? അത് ഏത് കിതാബിലാ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഉദാഹരണം ഞാൻ പറഞ്ഞു കൊടുത്തു. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയ ആള് ബാങ്ക് കൊടുത്തതിന് ശേഷം 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണല്ലോ അല്ലെ? ഈ നാട്ടുകാർക്കാർക്കും സംശയമുണ്ടോ? ഇവിടെയൊക്കെ പള്ളിക്ക് നിസ്കരിക്കലില്ലേ? അപ്പൊ ഒരാൾ നീച്ചിട്ട് ചോദിക്കണം, ആയിഷാ ബീവി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ റവാത്തിബ് നിസ്കരിക്കുന്ന റസൂല പറഞ്ഞ ആയിഷാ ബീവി നിസ്കരിച്ചിട്ടുണ്ടോ നോക്കല. എന്നിട്ടൊരു ഡിജിറ്റൽ കണക്കും പറയാം. എന്താ? നബിയോടുകൂടെ 9 കൊല്ലം ജീവിതകാലത്തും നബിയുടെ ശേഷം 40 കൊല്ലം വഫാത്തിന് ശേഷവും ജീവിച്ച മഹദിയായ ആയിഷാ ബീവിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നബി ദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഒരു ഡിജിറ്റലൈസേഷൻ, ഒരു കണക്കും പറയാം. അപ്പൊ ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു, അല്ല അങ്ങനെ ആയിഷാ ബീവി പ്രവർത്തിക്കണം ഒരു നിയമം ഏത് കിതാബിലാ പറഞ്ഞത്? അപ്പൊ അയാൾ പറയണേ, മൈക്ക വാങ്ങിയിട്ട് പറയണേ, അത് ബുദ്ധി എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ ബുദ്ധി ആ കിതാബ് ഉണ്ടല്ലോ, അത് അറബിക്കടലിൽ കൊണ്ടിട്ടുള്ളതാണ്, അത് ഇവിടെ പറയണ്ട. ബുദ്ധി എന്ന കിതാബാ തെളിവ്. അതോടുകൂടി ആൾക്കാർ അപ്പോൾ തെക്കിബീർ അലി 11:30 മണിയേക്കും അപ്പൊ തെക്കിബീർ അലി പരിപാടിയാണ് വിരിച്ചിട്ടു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബിദിനാഘോഷത്തെ കുറിച്ചുള്ള വളരെ കുറഞ്ഞ ചോദ്യങ്ങളും അതിന്റെ ചില ഉത്തരങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഞാൻ നിങ്ങളോട് പറയാണ്, സദസ്സിനോട് പറയാണ്, എന്ത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് നന്നായി വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ ആധികാരിക പ്രമാണങ്ങളും സ്വായത്തമാക്കിയിട്ട് ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ വിശദീകരിക്കാൻ ധാരാളമുണ്ട്. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചോദിക്കാം, ഇതൊരു തുറന്ന വേദിയാണ്. എവിടെ നമ്മൾ അസീസ് സാഹിബ്? എവിടെ? ആരും ചോദിക്കാല്ലേ? വരൂ.